വിധിയുടെ ക്രൂരതയിൽ തളർന്നുപോയ ഈ അമ്മയെയും അനുജനെയും ചേർത്ത് പിടിക്കുമ്പോൾ ഒരു 9 വയസ്സുകാരന്റെ അമ്പരപ്പിലായിരുന്നു തിരുവനന്തപുരം സ്വദേശി നിഖിൽ വിനോദ്. ഇന്നിപ്പോൾ +2 വിദ്യാർത്ഥിയായ ഈ 18കാരന്റെ കണ്ണുകളിൽ ഒരു കുടുംബഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നതിന്റെ ആശങ്കകൾ നമുക്ക് കണ്ടറിയാനാകും. ആർത്തുല്ലസിക്കേണ്ട കൗമാരത്തിൽ തന്നെ അവിചാരിതമായി വന്നു ചേർന്ന കുടുംബനാഥന്റെ ചുമതലകൾ ആരോടും പരിഭവവും പരാതിയുമില്ലാതെ സ്വന്തം കടമയായി കരുതുകയാണ് നിഖിൽ വിനോദ്. അടുത്ത സൗഹൃദങ്ങളും സന്മനസ്സുള്ളവരും നൽകുന്ന സ്നേഹത്തണലാണ് ജീവിതയാത്രയിൽ കാലിടറി വീണുപോയ അമ്മയെയും അനുജനെയും കൈവിടാതെ ചേർത്ത് പിടിക്കുവാൻ നിഖിലിന് പ്രേരണയും പ്രചോദനവുമാകുന്നത്. നമ്മുടെ സമൂഹത്തിലെ ലക്ഷ്യബോധം നഷ്ടമായ വിദ്യാർത്ഥികളുടെ മുന്നിൽ സ്വയം ഒരു വിസ്മയമായി മാറുകയാണ് നിഖിൽ വിനോദ് എന്ന +2കാരൻ. വരുന്നു ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക്. തീരാവേദനകളുടെ വേട്ടയാടലുകൾക്കിടയിലും നഷ്ടമാകാത്ത ജീവിതത്തിന്റെ പ്രതീക്ഷകളുമായി നിഖിൽ വിനോദ്. നമസ്കാരം നിഖിൽ വിനോദ്. നമസ്കാരം. നമസ്കാരം. ഹായ് നിഖിൽ. നിഖിൽ ഞാൻ കുറച്ചു കാലമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഓക്കെ, നിഖിലിപ്പോ തിരുവനന്തപുരത്ത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കോമേഴ്സ് ബാച്ച് +2. അതെ. അപ്പോ എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകരിൽ പല ആളുകൾക്കും നിഖിൽ ആരാണെന്നൊക്കെ അറിയാം. യഥാർത്ഥത്തിൽ നിഖിൽ ഈ വീടിന്റെ ചുമതലയെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നതാണോ, അത് നിഖിൽ സ്വയം തീരുമാനിച്ച് ഏറ്റെടുത്തതാണോ? ഏറ്റെടുക്കേണ്ടി വന്നതാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഞങ്ങളെ നോക്കാനോ അല്ലെങ്കിൽ നമ്മളെ തിരിഞ്ഞു നോക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. പണ്ടും അതെ, ഇപ്പോഴും അതെ. അപ്പം ഇവരുടെ കാര്യം സ്വാഭാവികമായിട്ടും ഇപ്പൊ അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നോക്കാൻ ഒരാണെന്ന രീതിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നിഖിലിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അമ്മയെ പരിചയപ്പെടാം. അമ്മ നമസ്കാരം. നമസ്കാരം. അമ്മ എന്നെ കുറെ കാലമായിട്ട് അന്വേഷിച്ചിരിക്കുകയായിരുന്നു, ഞാൻ അറിഞ്ഞു. നമ്മള് കാണാൻ കുറച്ച് വൈകിപ്പോയി. വലിയ ആഗ്രഹമായിരുന്നു കാണണമെന്ന്, വൈകിപ്പോയി. കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഇനിയും കാലം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇപ്പോഴെങ്കിലും നമ്മൾ കണ്ടല്ലോ. അമ്മ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ അപ്പു മോൻ അല്ലേ? അപ്പു നമസ്കാരം പറഞ്ഞു. അത് കുഴപ്പമില്ല. അപ്പു നമസ്കാരം. ഇദ്ദേഹം ഞാൻ ഷീബയുടെ ഫ്രണ്ടാണ്. അടുത്ത് തന്നെ താമസിക്കുന്നു, 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്. പേര് റാണി. റാണി. അപ്പൊ ഇദ്ദേഹം ഞാൻ അഭിരാം, നിഖിലിന്റെ ഫ്രണ്ടാണ്. നിഖിലിന്റെ നിങ്ങൾ ഒരു ക്ലാസ്സിലാണോ? അതെ അതെ. നിഖിലിനെ കുറിച്ച് ഒരുപാട് അറിയുന്ന ആളാണോ അഭിരാം? അഭിരാം എവിടെയാ താമസിക്കുന്നത്? ഞാൻ മണ്ണന്തല. അമ്മ കേശവാസപുരത്ത് താമസിക്കുന്നു അല്ലേ? കുറെ കാലമായോ അവിടെ ആയിട്ട്? 4 വർഷമായി. 4 വർഷമായി. അവിടെ വാടകയ്ക്കാണോ താമസിക്കുന്നത് ഇപ്പൊ? വാടകയ്ക്കാ താമസിക്കുന്നത്. ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ടോ തിരുവനന്തപുരത്ത്? ബന്ധുക്കൾ എല്ലാരും ദുബായിലാ. ഇവിടെ ആൾക്കാരില്ല അല്ലേ? ഇല്ല, ആരും ഇല്ല. ഞാൻ അമ്മയിലേക്ക് വരാം. നമുക്ക് എനിക്കൊന്ന് പെർക്കിൻസൺ ഡിസീസ് കുറച്ച് അടിച്ചിട്ടുണ്ടല്ലേ? ചെറിയ രീതിയിലാണോ അതോ എങ്ങനെയാ? ചെറിയ രീതിയിലാണ്, ബട്ട് സ്റ്റിൽ അത് വേഴ്സ് ആണ്. അമ്മയ്ക്ക് നടക്കാനൊന്നും ഇത്തിരി പ്രയാസമുണ്ട്. പിന്നെ കൈ ഷിവറിങ് ആണ്, അങ്ങനെ പെട്ടെന്ന് കാല് വേദനിക്കും. അപ്പൊ ഒരു സ്ഥലം ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അമ്മ ആക്ച്വലി ഒരു ആൽക്കലൈൻ വാട്ടർ ഉണ്ടല്ലോ, ടാങ്കൻ വാട്ടർ എന്നാണ് കമ്പനിയുടെ പേര്. അതിലൊരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ അത് 2016 തുടങ്ങിയതാണ്. 2023 വരെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അസുഖം മൂർച്ഛിച്ചു വന്നതിന് ശേഷം ഇപ്പൊ ഫിസിക്കലി വയ്യാത്തോണ്ട് അത് ചെയ്യുന്നില്ല. അപ്പൊ വീട്ടിലെ വരുമാന മാർഗം എന്താ? ഇതിലൂടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച പൈസ വെച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. വീട്ടിലെ മോനും ഈ അപ്പവും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചു. അച്ഛൻ ഇപ്പൊ എത്ര കൊല്ലം മരിച്ചത്? അച്ഛൻ 2015 എനിക്ക് 9 വയസ്സായിരുന്നു. കാർഡിയക് അറസ്റ്റ് ആയിരുന്നു അച്ഛൻ. ഷാർജയിൽ വെച്ചാണോ മരിച്ചത്? ഷാർജയിൽ വെച്ച്. ഇവിടെ ബോഡി കൊണ്ടുവന്നു അടക്കി. അപ്പൊ അതിനുമ്പ് മോൻ വളരെ നിരുപദ്രവകരമായിട്ട് മോന്റെ ജീവിതത്തിലെ ചില അവസ്ഥകളെ കുറിച്ച് പറഞ്ഞ വീഡിയോ വൈറലായതാണ്. മോനെ ആൾക്കാർ സംസാരിക്കാൻ മോൻ ഇവിടെ നിൽക്കാൻ പോലും കാരണമായത് അതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം. ന്യൂസ് 18 ചാനലിലായിരുന്നു അത് വന്നത്. ഒന്ന് പ്ലേ ചെയ്യൂ. അനിയന് ഓട്ടിസമാണ്. അപ്പം വീട്ടില് എനിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അപ്പം വീട്ടിൽ അമ്മയേ ഉള്ളൂ. അമ്മയ്ക്കും ഇപ്പൊ അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ ജീവിതം പണ്ട് തൊട്ട് ഇപ്പൊ വരയ്ക്കും സ്ട്രെസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ എന്താ പറയാ, സന്തോഷം അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സന്തോഷിക്കാറുണ്ട് എന്ന് പറയാനൊന്നും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റീല് നോക്കി ചിരിക്കാന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് സന്തോഷം എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. നമ്മളെ ആരെടുത്ത് വിഷമം കാണിക്കേണ്ട കാര്യമില്ല. നമ്മള് ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മൾ വിഷമം പറഞ്ഞിട്ട് എന്ത് കിട്ടും? ആർക്കും കേൾക്കാൻ സമയമില്ല. ഇപ്പൊ എത്ര ഫ്രണ്ട്ഷിപ്പാണ് എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ അവസ്ഥ നമുക്കേ അറിയത്തുള്ളൂ. അല്ല ഇപ്പൊ ഒരാളെടുത്ത് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവരത് കേട്ടിട്ട് അവര് കേൾക്കും. ഓക്കേടാ, എല്ലാം ശരിയാവും, തീർന്നു. അല്ല അപ്പം
അതിനുമ്പോ നമ്മളെന്തിനാ ഇവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കാൻ പറ്റും? അപ്പൊ നമ്മളെന്ത് ചെയ്യാൻ ചിരിച്ചോണ്ടിരിക്കുക. പക്ഷേ ഈ ചേട്ടൻ ഒരു കലക്കും കേട്ടോ, അതെനിക്ക് ഉറപ്പാ. ആ സംസാരത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് പോകണമെന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് അതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പോകാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ. എനിക്ക് ഷെഫ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം വീട്ടിലെ ഫുഡ് ഞാനാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആഹാരം ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഇതിന്റെ അടുത്ത് ഒരു പ്രിയം തോന്നി. അപ്പൊ ന്യൂസ് 18 ചാനലിലാണ് ഇത് വന്നതെന്നാണ് എന്റെ ഓർമ്മ. അപ്പം എന്തായാലും ഇതോടെയാണ് നിഖിലിനെ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത് അല്ലേ? അമ്മയ്ക്ക് പാചകം ചെയ്യാൻ പറ്റില്ല. ഇല്ല, അമ്മയ്ക്ക്. അനിയൻ അപ്പൂന് ഈ ഓട്ടിസം ബാധിച്ചിട്ട് എത്ര കാലമായി? അവന് ഇപ്പം 3 വയസ്സിലാണ് കണ്ടുപിടിച്ചത് ഓട്ടിസം ആണെന്ന്. 2.5 വയസ്സ് വരെ കുഴപ്പമില്ലായിരുന്നു. നോർമലി അമ്മ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു 3 വയസ്സായപ്പോഴാണ് ഇത് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ചു ഇവന് ഓട്ടിസം ആണെന്നുള്ളത്. ശരിക്കും നിഖിൽ ആദ്യം ഒന്നും ഈ അപ്പൂന് അത്ര ഇഷ്ടമല്ലായിരുന്നു അല്ലേ? ഇല്ല. ആദ്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവൻ നോർമൽ അല്ലാത്തോണ്ട് തന്നെ എന്റെ ഒരു അനിയനായിട്ട് അംഗീകരിക്കാൻ എനിക്ക് വളരെ അധികം പ്രയാസമായിരുന്നു. പിന്നെ എപ്പോഴായി ഒരു അടുപ്പം തോന്നി തുടങ്ങിയത്? അടുപ്പം തോന്നി തുടങ്ങിയത് വളരെ ഇപ്പൊ അച്ഛൻ മരിച്ചൊക്കെ സമയത്തൊക്കെയാണ്. പിന്നെ ആരെയും നോക്കാനില്ല. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും ഇവനോട് അടുപ്പം തോന്നി തുടങ്ങി. ഞാൻ എന്റെ ദേഷ്യം എല്ലാം മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ ഞാൻ വെറുതെ ഇവനെ അടിക്കുമായിരുന്നു അനാവശ്യമായിട്ട്, ചുമ്മാ. കാര്യം എനിക്ക് ഇവനെ കാണുമ്പോ തന്നെ ഒരു ദേഷ്യം വരും. കാര്യം എന്റെ ലൈഫ് ഇവൻ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് തന്നെ എനിക്ക് ഇവനെ എപ്പോഴും ഉപദ്രവിക്കണം, അങ്ങനത്തെ ഒരു വേ ഓഫ് തിങ്കിങ് ആയിരുന്നു എനിക്ക്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് ഇവനെ അറിഞ്ഞുകൊണ്ട് തന്നതാണ്. കാരണം ഞാൻ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളായോണ്ടാണ് എനിക്ക് ഇതുപോലത്തെ ഒരു അനിയനെ ദൈവം തന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും, അവൻ കാരണമാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. കാര്യം അവനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഫേമസ്. അല്ല, ഒരിക്കലും ഒരു കണക്കിന് ആലോചിച്ച് നോക്കിയാൽ അവനാണ് ഫേമസ്. ഞാനല്ല. നിഖിൽ പാട്ടൊക്കെ പാടി കൊടുക്കുവോ? ഏത് പാട്ട് സാധനം പാടുന്നുണ്ട്? നിഖിൽ പാടുവോ? ഞാൻ പാടും. അവന് സംഗീതം പഠിച്ചോ മോൻ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ പഠിക്കുവായിരുന്നു. ഏത് പാട്ടാ പാടി കൊടുക്കുന്നത് സാധാരണ? അങ്ങനെയൊന്നുമില്ല, ഞാൻ അവനെ പാടിക്കൊടുക്കാറൊന്നുമില്ല. അവൻ പാട്ട് കേൾക്കും, ഞാൻ പാടിക്കൊടുക്കാറില്ല. കാര്യം അവൻ എപ്പോഴും പാട്ട് കേൾക്കുമല്ലേ? അപ്പൊ പാട്ട് കേൾക്കുമല്ലേ? ഓക്കെ. അപ്പൊ നിഖിലെ അച്ഛൻ മരിച്ചൊക്കെ നിഖിൽ ഓർമ്മയുണ്ടോ? ഉണ്ട്. 2015 എനിക്ക് 9 വയസ്സായിരുന്നു. 9 വയസ്സ്. അല്ല, ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഷാർജയിൽ നിന്ന് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു. അപ്പൊ കൂടെ ബന്ധുക്കളൊക്കെ വന്നിരുന്നോ? ആരും വന്നില്ല. ആരും സഹായിക്കാൻ. ജസ്റ്റ് ഒരു എന്താ പറയാ, എന്തോ ചരക്ക് കൊണ്ടുവരുന്ന പോലെ ബോഡി ഇങ്ങനെ കൊണ്ടുവന്നു എന്നല്ലാണ്ട് വേറെ ഒന്നും അതിന് ബന്ധപ്പെട്ട ഒരു കാര്യം സഹായിക്കാൻ ആരുമില്ലായിരുന്നു. മോൻ ആരെങ്കിലും അവിടുത്തെ ആൾക്കാരെ അറിയാമായിരുന്നോ? ഇല്ല, അവിടെ ഞാൻ കുഞ്ഞല്ലേ. എനിക്ക് ഈ അമ്മയുടെ ബിന്ദുക്കളല്ലാണ്ട് എനിക്ക് പേഴ്സണലി അവിടെ ആരെയും അറിയില്ല. ഇവരുടെ രണ്ടുപേരുടെ ഇന്റർ റിലീജിയൻ മാരേജ് ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ക്രിസ്ത്യനും അച്ഛൻ നായരുമായിരുന്നു. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? പ്രശ്നങ്ങളുണ്ടായി. 2 സൈഡിലാണെങ്കിലും. ഇപ്പൊ അമ്മയുടെ സൈഡിലാണെങ്കിലും ആരും തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ അച്ഛന്റെ സൈഡിലാണെങ്കിലും ആരും ഒരു ബന്ധവുമില്ല. ബിക്കോസ് റിലീജിയൻ ഒരു പ്രോബ്ലം ആണെന്ന് കരുതി ആരും ഒരു രീതിയിൽ സപ്പോർട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ഇത്രയും ഈ ഒരു ശോചനീയ അവസ്ഥ ഇരുന്നിട്ട് പോലും ഇപ്പോഴും ഈ ഒരു നിമിഷം പോലും ഞങ്ങളെ സഹായിക്കാൻ 2 സൈഡിൽ നിന്നും കൂട്ടാക്കുന്നില്ല. ഇപ്പൊ അമ്മയുടെ സൈഡിൽ നിന്ന് പിന്നെയും വിളിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അവര് സഹായിക്കാനുള്ളൊരു മനസ്സ് ഇപ്പോഴും കാണിക്കില്ല. അച്ഛന്റെ സൈഡിലാണെങ്കിൽ തീരെ വിളിയില്ല. അന്നും അതെ. അവർക്ക് ഒരുപാട് ബന്ധുക്കളുണ്ടോ? അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് ബന്ധുക്കളുണ്ടോ? അത്യാവശ്യം ഉണ്ട്. തിരുവനന്തപുരത്തൊക്കെ തന്നെ ഉണ്ടോ? കുറച്ചുപേര് ഇവിടെ ഉണ്ട്. അമ്മയുടെ മെയിൻ ആയിട്ടുള്ള, അതായത് അമ്മയുടെ സഹോദരങ്ങളൊക്കെ ദുബായിലാണ്. ഈ അച്ഛന്റെ ഫാമിലി എങ്ങനെയാ? സാമ്പത്തികമായിട്ടൊക്കെ വളരെ മുന്നോക്കമുള്ളവരാണ്. മിഡിൽ ക്ലാസ് ആണ്. അമ്മയുടെ ഫാമിലിയോ? മിഡിൽ ക്ലാസ് ആണ്. അത്യാവശ്യം സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അല്ലേ? കാര്യം അവരുടെ മക്കളൊക്കെ ഹൈ ഫ്യൂച്ചർ, ഹൈറ്റ്സിലൊക്കെ എത്തി നല്ല ജോലിയൊക്കെ പഠിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഞങ്ങളെ ഒരു രീതിയിൽ ഞങ്ങളെ വിളിക്കുക, പൈസ ഒരു ഫാക്ടർ അല്ല. പൈസ അല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളെ വിളിക്കുക, സംസാരിക്കുക, ഈ 2 കാര്യം ഒന്നും അവർ ചെയ്തിട്ടില്ല. ഞങ്ങൾ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ 9ാമത്തെ വയസ്സിൽ മോൻ അച്ഛന്റെ മൃതദേഹമായിട്ട് തിരുവനന്തപുരത്ത് വരുന്നു എയർപോർട്ടിൽ. എയർപോർട്ടിൽ വന്ന് അവിടെ സംസ്കാരം നടത്താനും അതിനുള്ള സഹായത്തിനും ആളെ കിട്ടാതായോ? ഞാനാണ് ഒരാഴ്ച എന്റെ അച്ഛന്റെ ബലികർമ്മങ്ങൾ ചെയ്തത്. 9 വയസ്സായിരുന്നപ്പോ ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ്, അച്ഛന്റെ വട്ടിയൂർക്കാവിലെ അച്ഛന്റെ വീട്. അപ്പൊ ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ് ഒരാഴ്ച ഈ 4 മണി എന്നുള്ളൊരു ഷെഡ്യൂൾ എന്ന രീതി ഞാൻ എണീറ്റ് ഓരോ കർമ്മങ്ങളും പോയി ചെന്ന് ചെയ്തിട്ടാണ് ഞാൻ രാവിലെ വീട്ടിൽ വന്ന് ഉറങ്ങാണ്ട് ആ പ്രായത്തിൽ ഞാൻ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ പോയി വന്നിട്ടാണ് പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഇത് ഒരാഴ്ച ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നു. കുടുംബത്തിൽ നിന്ന് ആരുമില്ല. ഒരാളുടെ കുടുംബത്തിൽ നിന്നോ? ആരുമില്ല. ആരും വന്നില്ല. ഈ ജാതീയമായ പ്രശ്നമാണോ? അതെ. ഈ റിലീജിയൻ തന്നെയാണ് പ്രശ്നം. ഈ ബാക്കിയുള്ള മതസ്ഥരെ അവരെന്തോ അവരുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന പാപമാണ്, അവരുടെ ദൈവങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന പാപമാണ് എന്നുള്ളൊരു ടൈപ്പ് ഓഫ് സ്റ്റീരിയോ ടൈപ്പിക്കൽ തിങ്കിങ് ഇവർക്കുണ്ട്. മോനി 9 വയസ്സുള്ള സമയത്ത് ഈ വാടക വീട്ടിലാണല്ലോ അപ്പൊ താമസം അല്ലേ? അപ്പൊ ഈ സമയത്ത് ഈ അടുക്കളയിലേക്ക് മോൻ ജോലി എടുക്കാനായിട്ട്, ഇപ്പൊ വീട്ടിലെ അമ്മയ്ക്ക് ഭക്ഷണം വേണം, അപ്പൂന് ഭക്ഷണം വേണം,
അപ്പോൾ വേറെ ആരും സഹായിക്കാനില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മോന് ഏത് ദിവസം മുതലാണ് ഇനി ഇല്ല ഞാൻ തന്നെ ഇതെല്ലാം കുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചത്? എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നൂല്ലോ, അപ്പൊ എനിക്ക് തന്നെ ബോധ്യം വന്നു, ഇനി ഞങ്ങളെ നോക്കാൻ ഇനി ആരുമില്ല, ഇനി ഞാൻ തന്നെ ഇതിലിറങ്ങണം, ഞാൻ തന്നെ ഇവരെ നോക്കണം, ഇവരുടെ ഫ്യൂച്ചർ ഞാൻ തന്നെ എൻ്റെ കയ്യിൽ തന്നെയാണ് എന്ന് ഞാൻ എന്നാണോ, എനിക്കത് ദിവസമൊന്നും ഓർമ്മയില്ല, എന്ന് ഞാൻ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തു. അന്ന് തൊട്ട് ഇപ്പൊ ഈ നിമിഷം വരെ ഞാൻ അവരെ നോക്കുന്നു, ഒന്നുമല്ല ഞാൻ അവരെ നോക്കുന്നുണ്ട്, ഇവരെ രണ്ടുപേരും. +2 പഠിക്കുന്നു സെന്റ് തോമസ് സ്കൂളിൽ, അവിടെ ഫീസ് കൊടുക്കണ്ടേ? അല്ല, അവിടുത്തെ ഇപ്പം സെക്കൻഡ് ഇയർ ഫീസ് അവർ കംപ്ലീറ്റ്ലി വേവ് ഓഫ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റ് കംപ്ലീറ്റ്ലി വേവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ഞാൻ കൊടുത്തു, +1 കൊടുത്തു, +2 കംപ്ലീറ്റ്ലി അവർ കട്ട് ചെയ്തു, ഇടപെട്ടു. അങ്ങനെ ഇന്നലെ പറഞ്ഞു ഫീസ് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അത് നന്നായി. അപ്പൊ ഈ അപ്പുവിന്റെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം. അതല്ല, അമ്മയ്ക്ക് ഈ അസുഖം കുറച്ച് കരച്ചിലായി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിന് ഈ പാർക്കിൻസൺ ഡിസീസിന് ചില ചികിത്സകളൊക്കെ വന്നിട്ടുണ്ടല്ലോ മോനെ, അതിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ? ചികിത്സയെ പറ്റി ഇപ്പൊ അമ്മ ആക്ച്വലി കോസ്മോയിലാണ് പോകുന്നത് ട്രീറ്റ്മെന്റിന്. ഒരു ഡോക്ടറിനെ ഇപ്പൊ കാണുന്നുണ്ട്. മരുന്ന് കഴിച്ച് ഇപ്പൊ കൺട്രോൾ ചെയ്താണ് പോകുന്നത്. ഞങ്ങൾക്ക് ഇപ്പം ഇനി ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് വെച്ചാൽ തന്നെ അതിനൊരു സാമ്പത്തികപരമായിട്ട് നമുക്ക് എന്തെങ്കിലും വേണമല്ലോ. ഇപ്പം സർജറി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെയും നമുക്ക് പൈസയാണ് ഒരു ഫാക്ടർ. അത് ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു ഹെവി ആയിട്ട് എടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ അമ്മയുടെ ഒരു വിൽ പവറും, അമ്മ അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അമ്മ ഒരിക്കലും ഇപ്പം ഇവിടെ വരില്ല, അങ്ങനെ എൻ്റെ കൂടെ ഇപ്പൊ ഇങ്ങനെ നിൽക്കില്ല. അമ്മയ്ക്ക് ആ ഒരു ദൈവവിശ്വാസവും അമ്മയുടെ വിൽ പവറും കാരണമാണ് അമ്മ ഇപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്ന. ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നതല്ല, എന്നാലും ഞാനൊരു സ്വാതന്ത്ര്യം എടുത്ത് മോനോട് പറയുകയാണ്. 24 വാർത്താ ചാനലിന്റെ ഒരു ചെയർമാൻ ഉണ്ട്, ഒരു ചെയർമാനേ ഉള്ളതിന്. അത് ആലിങ്കൽ മുഹമ്മദ് എന്ന് പറയും. അദ്ദേഹം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള കുറേ സ്ഥലത്ത് ഹോസ്പിറ്റൽസ് നടത്തുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ മോനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തും. അപ്പോൾ അമ്മയുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യമൊക്കെ നമുക്ക് അദ്ദേഹത്തെ ഏൽപ്പിക്കാം കേട്ടോ, ഡോണ്ട് വറി. അത് വിട്ടുകളഞ്ഞു. ഈ കുടുംബത്തെ അവതരിപ്പിക്കുന്നത് ഇവിടത്തേക്ക് വേണ്ടിയല്ല, ലോകമെമ്പാടും ഇരുന്ന് ആർഭാടത്തിന് നടുവിൽ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളും കുട്ടികളും ഉണ്ടല്ലോ, അവരൊക്കെ കാണട്ടെ ഒരു കുട്ടി എങ്ങനെ വളരും ഈ സമൂഹത്തിൽ എന്ന്. ഞാൻ ശ്രീ ആലിങ്കൽ മുഹമ്മദിനോട് അഭ്യർത്ഥിച്ചതാണ് ആ പരിപാടിയിൽ. അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ലായിരുന്നു, ഇന്നാണ് അദ്ദേഹം അറിഞ്ഞത്. ഈ അമ്മയ്ക്കുള്ള പാർക്കിൻസൺ രോഗം ബാധിച്ചിട്ടുള്ള ഈ അമ്മയ്ക്കുള്ള ചികിത്സയ്ക്കും അതേപോലെ ഈ മകന് പഠിക്കാനുള്ള പണവും എത്ര ആവശ്യമുണ്ടോ അത് നൽകാൻ ശ്രീ ആലിങ്കൽ മുഹമ്മദിനോട് ഞാൻ സ്നേഹപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ ഇത്ര വലിയൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഇത് ഞാൻ വളരെയധികം നന്ദിയുണ്ട്. ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണ്. നിങ്ങൾ അവനെ കണ്ടു പഠിക്കണം. അവൻ പഠിച്ച് അവൻ്റെ അസുഖമുള്ള അനിയനെ അവൻ നോക്കുന്നു, അതേപോലെ രോഗബാധിതയായ അമ്മയെ അവൻ ശുശ്രൂഷിക്കുന്നു. ഇതിലും വലിയത് ഒരു പാഠമായി നിങ്ങൾക്ക് തരാൻ ഈ ലോകത്തൊന്നുമില്ല. നന്ദി മാത്രം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഫ്ലവേഴ്സ് ടിവിക്ക് പ്രിയണ്ടൻ നായർ സാറിന് ഒരു കൂപ്പുകൈ, ആലിങ്കൽ മുഹമ്മദ് സാറിനും കോടി 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 നന്ദി.